എൻ്റെ കൂടെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ട്, എന്താ പറയുക, അവന് 10th കഴിഞ്ഞതാണ്. ഹി കെയിം ഫോർ എൻ ഇന്റേൺഷിപ്പ് അറ്റ് മൈ ഓഫീസ്. എന്നോട് പറഞ്ഞു 10ാം ക്ലാസ് കഴിഞ്ഞ് എനിക്കൊരു ഇന്റേൺഷിപ്പ് വേണം. നമ്മൾ എത്ര ആൾക്കാർ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഇന്റേൺഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്? നമ്മൾ ഇൻസ്റ്റാഗ്രാമും സ്നാപ്ചാറ്റും യൂട്യൂബും നോക്കിയിരിക്കല്ലാതെ. റൈറ്റ്, ദിസ് ഈസ് എ തോട്ട് ദാറ്റ് യു ഷുഡ് ഹാവ്. അപ്പോൾ സ്റ്റോപ്പ് കളക്ടിങ് സർട്ടിഫിക്കറ്റ്, സ്റ്റാർട്ട് കളക്ടിങ് ക്രിയേഷൻസ്. നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ്. റൈറ്റ്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുട്ടികളോട് പറയാനുള്ളത്, യു ഷുഡ് ഗോ ടു ഗുഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. റൈറ്റ്, ഇഫ് യു ഗോ ടു IITs, ലൈക്ക് യു ക്യാൻ ബിൽഡ് സാറ്റലൈറ്റ്സ്, യു ക്യാൻ ബി പാർട്ട് ഓഫ് ഓൺടർപ്രണർഷിപ്പ്, യു ക്യാൻ ബി പാർട്ട് ഓഫ് എന്താ പറയുക ഒളിമ്പ്യാഡ് വിന്നിംഗ് പേയേഴ്സ്. റൈറ്റ്, അപ്പോൾ നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. റൈറ്റ്, ബിക്കോസ് ദാറ്റ് ഗിവ്സ് യു എ ബെറ്റർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ യുവർ ബ്രെയിൻസ്. നിങ്ങൾ നല്ല സ്ഥലങ്ങളിൽ പോയി പഠിക്കാൻ ശ്രമിക്കുക. ദാറ്റ് വിൽ ഗിവ് യു എ ഗുഡ് എൻവയോൺമെന്റ്. That will give you a lot of opportunities. That will give you an opportunity to build a lot of things, right? So earn your seat at a place that genuinely challenges you. Mediocrity alla namukku vendathu. Namukku the best of the best ആയി മാറാൻ സാധിക്കണം. Then that you should challenge yourself, right? And I was invited to a university called MBZUAI, Mohammed bin Zayed University of Artificial Intelligence. This is in UAE, Abu Dhabi. Okay, avadekku they invited educationists around the world. I was invited in last November. ഞാനവിടെ പോയി. They are the first university in the world to teach only AI. BSc in AI എന്ന് പറഞ്ഞ ഡിഗ്രി ഉണ്ട്. ഒരു വർഷത്തെ ഫീസ് എത്ര അറിയാം നിങ്ങൾക്ക്? $45,000 which is 40 lakh rupees. 4 വർഷത്തോട്ട് 1,60,00,000 രൂപ. ഹോസ്റ്റൽ ഫീസൊക്കെ അടക്കം 2 കോടി രൂപയാണ് 4 വർഷത്തോട്ടുള്ള ഫീസ്. 4 വർഷത്തോട്ടുള്ള ഫീസ്. ബട്ട് എവ്രി വൺ ഈസ് സ്റ്റഡിങ് ദർ ഫോർ ഫ്രീ. ഫസ്റ്റ് ബാച്ചിൽ എല്ലാ സ്റ്റുഡൻസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് അബുദാബി ഗവൺമെന്റ് ഒരു ഫണ്ട് ചെയ്യാണ്. അമേസിങ് ഫെസിലിറ്റീസ്, അടിപൊളിയായിട്ടുള്ള ഫെസിലിറ്റീസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. റൈറ്റ്, അപ്പോൾ ഐ മെറ്റ് എ ഗേൾ ദർ കാൾഡ് അഫ്സ. ഇന്ത്യക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അഫ്സയോട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ എത്തിയത്? അപ്പോൾ പറഞ്ഞ് JEE സ്കോറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. ഐ ഗോട്ട് ഇൻ ടു IIT ഹൈദരാബാദ്. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അടിപൊളി സ്ഥലമാണ്, ഞാൻ പോയില്ല. പക്ഷേ ഞാൻ ഇവിടെ എത്താൻ കാരണം 2 റീസൺസ് ആണ്. The first thing is I was a champion in world debating competition. World debating competition എൻ്റെ സ്കൂളിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. And the second one is I am into INMO training camp. Indian National Mathematics Olympiad ട്രെയിനിങ് ക്യാമ്പിലോട്ട് ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടിരുന്നു. നേരത്തെ പറഞ്ഞ she has 2 skills. This is a winner of Max Olympiad national level. No, training ക്യാമ്പിലെത്തി. Right, that's the first thing. നല്ല മാത്തമാറ്റിക്സ് അറിയാം. The second one is her communication skills. World debating competition സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തു. Intersection of 2. ഞാൻ നേരത്തെ പറഞ്ഞത് intersection of 2. Afsa from Kashmir is studying in MBZUAI for 2 crore scholarship now. Right? നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. ദ ഫ്യൂച്ചർ ഈസ് ആക്ച്വലി ഹയറിംഗ് ദിസ് വേ. ഇങ്ങനെ സ്കിൽസ് ഉള്ള കോമ്പിറ്റൻസി പ്രൂവ് ചെയ്ത ആളുകളെയാണ് എന്ത് ലോകത്തിന് ആവശ്യം. സോ ബിൽഡ് റയർ ആൻഡ് വാല്യുബിൾ സ്കിൽസ്. റയർ ആൻഡ് വാല്യുബിൾ സ്കിൽസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ഇതൊരു പെന്നാണെന്ന് വിചാരിക്കാം. ഈ പെന്നിന് നിങ്ങൾ എത്ര രൂപ നൽകും? ഇതൊരു പെന്നാണെന്ന് വിചാരിക്കുക, എത്ര രൂപ നൽകും? എൻ്റെ കയ്യിൽ പെന്നില്ല. 10 രൂപ, 100 രൂപ വെച്ചാൽ തരുമോ? 1000 രൂപ വെച്ചാൽ തരുമോ? ഇല്ല. എന്തുകൊണ്ടാ? ലോകത്ത് ഒരുപാട് പെന്നുണ്ടായതുകൊണ്ടാ അല്ലേ? എന്നാൽ സംഭവം കോഴിക്കോട് ജില്ലയിലെ എല്ലാ പെന്നുകളും മാജിക്കലി മാഞ്ഞു പോയി അപ്രത്യക്ഷമായി വിചാരിക്കുക. എൻ്റെ അടുത്ത് പെന്നുണ്ട്, നാളെ നിങ്ങൾക്ക് പരീക്ഷ ഉണ്ട്, ഈ പെന്നുകൾ എത്ര രൂപ തരും? എത്ര രൂപ തരും? 1000 രൂപ, 10,000 രൂപ ഞാൻ ചോദിക്കുന്ന പൈസ തരും. അല്ലെങ്കിൽ വേണ്ട, ഈ പെന്നിനൊരു അതാണ് റയറിറ്റി. ബാക്കിയുള്ള ആരടുത്തും ഇല്ലാത്ത എന്തെങ്കിലും നമ്മുടെ അടുത്ത് വേണം. സെക്കൻഡ് തിങ് ഈസ് വാല്യുബിൾ. എന്താ വാല്യുബിൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു പെന്ന്, ഇത് പരീക്ഷ കണ്ട ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ കൈ വെച്ച് കൊടുത്താൽ മതി, ഇതന്നെ ഇങ്ങനെ എഴുതുന്നു വിചാരിക്കാം. ഇതിനെ ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പെന്ന് വാല്യുബിൾ ആണ് അല്ലേ? ഈ പെന്നിന് എത്ര വില കൊടുക്കാൻ നമ്മൾ തയ്യാറാവും. നമ്മുടെ അടുത്ത് അങ്ങനെ ആളുകൾ ചോദിച്ചു വരുന്ന എന്താണ്? എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അതിന് ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഏറ്റവും സ്കോപ്പുള്ള കോഴ്സ് ഏതാ? സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിചാരം നമ്മളിങ്ങനെ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങും, അപ്പോൾ ഒരു 10 കമ്പനികൾ ഇങ്ങനെ നമ്മളെ ചുറ്റും നിൽക്കും, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരും, ഞങ്ങൾ ഇത്ര തരാം എന്ന് പറഞ്ഞിട്ട് ഇതാണ് സ്കോപ്പ്. അല്ല, അങ്ങനെ ആരും വരൂല. അങ്ങനെ ലോകത്ത് എവിടെയും ഒരു എന്താ പറയുക, ആരും നിങ്ങളുടെ ചുറ്റും വരാൻ പോകുന്നില്ല. ഡു യു ഹാവ് സംതിങ് ടു ഓഫർ ടു ദ വേൾഡ് ബാക്ക്? നിങ്ങൾക്ക് ലോകത്തിന് എന്തെങ്കിലും തിരിച്ചു നൽകാനുണ്ടോ? നിങ്ങളുടെ അടുത്ത് റയർ ആൻഡ് വാല്യുബിൾ സ്കിൽ സെറ്റ് ഉണ്ടോ? ആ റയർ ആൻഡ് വാല്യുബിൾ സ്കിൽ സെറ്റ് ഉണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കൈമുതൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് വേണ്ടത് വർക്കാണ്. യു ഷുഡ് പുട്ട് യുവർ വർക്ക്. എന്താ പറയുക, ഞാൻ ചെറുപ്പത്തിൽ ഒരിക്കലും ഇതേപോലെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാൻ ഒരു ധൈര്യം ഇല്ലാത്ത ഒരാളായിരുന്നു. ഒരിക്കൽ പോലും ഒരു പ്രസംഗ മത്സരത്തിൽ സമ്മാനം വാങ്ങാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ ഏതോ ഒരു സന്ദർഭത്തിൽ ആരോ എന്നെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി. ഞാൻ അവിടെ നിന്ന് മെല്ലെ സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കാൻ തുടങ്ങി ഞാൻ പിന്നെ എന്ത് ചെയ്താൻ തുടങ്ങി? പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങി. പിന്നെ ഞാൻ ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ തുടങ്ങി. ഐ ബിക്കേം എ സ്പീക്കർ. അത്രേ ഉള്ളൂ. റൈറ്റ്? ആ സ്പീക്കർ ആവുക എന്നുള്ളത് എന്തോ ഒരു ആകാശത്ത് നമുക്ക് കിട്ടുന്നൊരു സ്കില്ലൊന്നല്ല. നമ്മളൊരു കാര്യത്തിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന എന്താ പറയുക, നമ്മൾ നേടുന്നൊരു കാര്യമാണെന്ത്, ആർജിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണ് സ്പീക്കിംഗ് എന്നുള്ളത്. അല്ലേ? അതേപോലെ തന്നെയാണ് ഏതൊരു സ്കില്ലും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക.